ദമ്പതികളായ നവീൻ, ദേവി, ഇവരുടെ സുഹൃത്ത് ആര്യ എന്നിവരുടെ ദുരൂഹ മരണത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആധുനിക സമൂഹത്തിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിൽ ആശങ്കയും നിറയുന്നുണ്ട്. ഡോക്ടർ ദമ്പതികളായ നവീൻ, ദേവി എന്നിവരും ഇവരുടെ സുഹൃത്ത് അധ്യാപികയായ ആര്യയുമാണ് അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിചിത്രവും പ്രാകൃതവുമായ ചില വിശ്വാസങ്ങളാണ് 3 പേരുടെയും ജീവനെടുത്തത്. മരണം പ്ലാൻ ചെയ്തത് നവീനാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. തന്റെ വിശ്വാസത്തിലേക്ക് ദേവിയെയും ആര്യയെയും എത്തിക്കുകയായിരുന്നു നവീൻ എന്നാണ് വിവരം. ഇതിനായി വലിയൊരു പദ്ധതി തന്നെ നവീൻ തയ്യാറാക്കി. 2010 മുതൽ നവീൻ വിചിത്രമായ തന്റെ വിശ്വാസം തുടങ്ങിയിരുന്നു. 2011 നവീനും ദേവിയും തമ്മിലുള്ള വിവാഹം. അതായത് വിവാഹത്തിന് മുന്നേ തന്നെ നവീൻ ഈ പ്രാകൃത വിശ്വാസത്തിന് അടിമയായിരുന്നു. അന്യഗ്രഹത്തിൽ താമസിക്കുക, അന്യഗ്രഹ ജീവികളുമായി സംസാരിക്കുക എന്നിവയൊക്കെ ഇവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞത്. ഇതിന്റെയൊക്കെ ഡിജിറ്റൽ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സാങ്കല്പിക അന്യഗ്രഹ ജീവിയുമായി ഇവർ നടത്തിയ സംഭാഷണത്തിന്റെ തെളിവുകളാണ് പോലീസിന് ലഭിച്ചത്. ആൻഡ്രോമീഡ ഗാലക്സിയിൽ ജീവിക്കുന്ന മിതി എന്ന സാങ്കല്പിക അന്യഗ്രഹ ജീവിയുമായി ഇവർ നടത്തിയ ആശയവിനിമയത്തിന്റെ വിവരങ്ങളാണ് പോലീസ് ശേഖരിച്ചത്. ഈ അന്യഗ്രഹ ജീവിയെ പോലീസ് തിരയുന്നുണ്ട്. കേസിൽ പോലീസ് തിരയുന്ന 4ാമനും ഈ അന്യഗ്രഹ ജീവി തന്നെയാണ്. അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ചും മനുഷ്യന്റെ ബുദ്ധിവികാസത്തെക്കുറിച്ചുമൊക്കെയാണ് ഇവർ അന്യഗ്രഹ ജീവിയുമായി ആശയവിനിമയം നടത്തിയിരിക്കുന്നത്. മനുഷ്യനെ ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചും അന്യഗ്രഹ ജീവിയെ മിതി വിവരിക്കുന്നുണ്ട്. ദിനോസറുകൾക്ക് ഭൂമിയിൽ വംശനാശം സംഭവിച്ചിട്ടില്ല. ദിനോസറുകളെ മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറ്റിയെന്നാണ് മിതി ഇവരോട് പറഞ്ഞത്. ഭൂമിയിലെ 90% മനുഷ്യരെയും മറ്റു 2 ഗ്രഹങ്ങളിലേക്ക് മാറ്റാൻ കഴിയുമെന്നും അന്യഗ്രഹ ജീവി ഇവരെ വിശ്വസിപ്പിച്ചു. അന്യഗ്രഹത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള സ്പേസ് ഷിപ്പുകളുടെ ചില ചിത്രങ്ങളും മരിച്ച 3 പേരുടെയും ലാപ്ടോപ്പുകളിലുണ്ട്. മിതിയെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. മിതി ഒരാളാണോ, വലിയ റാക്കറ്റ് തന്നെ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. ഇവർ പണം തട്ടിയെടുത്തോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ദേവിയെയും ആര്യയെയും കൊടുക്കാൻ നവീൻ തന്നെ വ്യാജ ഐഡിയിലൂടെ ആശയവിനിമയം നടത്തിയോ എന്ന സംശയവും പോലീസിനുണ്ട്. മിതി പറഞ്ഞിട്ടാകാം ഇവർ അരുണാചൽ പ്രദേശിലേക്ക് പോയതെന്നും പോലീസ് സംശയിക്കുന്നു. അരുണാചലിൽ പോയി മരിച്ചാൽ അന്യഗ്രഹത്തിലേക്ക് പോകാമെന്നാണ് ഇവർ വിശ്വസിച്ചിരുന്നതെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു.